ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി.കെ. സുഹൈൽ കൂടി ചേരുന്നുണ്ട്. സുഹൈൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഇറാനെ ഇനി 5 ദിവസം കടന്ന് ആക്രമിക്കേണ്ടതില്ല, ഒരു താൽക്കാലിക വെടിനിർത്തൽ ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു തീരുമാനത്തിന് പിന്നിൽ എന്തൊക്കെയായിരിക്കാം അമേരിക്കയുടെ ആ ഒരു തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ? നിഷ, ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നത് USS ജെറാർഡ് ആർ ഫോർഡ്, അമേരിക്കയുടെ ഏറ്റവും പുതിയ ഏറ്റവും അത്യാധുനികമായ യുദ്ധക്കപ്പൽ, അത് മെഡിറ്ററേനിയൻ കടലിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പവർ പ്ലാന്റുകളെ ആക്രമിക്കുക മാത്രമല്ല, ഈ യുദ്ധത്തിൽ നിന്ന് തന്നെ അമേരിക്ക താൽക്കാലികമായെങ്കിലും പിന്മാറുകയാണോ എന്ന് സൂചിപ്പിക്കുന്നതാണ് USS ജെറാർഡ് ആർ ഫോർഡ് എന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലിന്റെ ഈ പിന്മാറ്റം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്ക തോറ്റു പിന്മാറുകയാണ് ഈ യുദ്ധത്തിൽ നിന്ന് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 3 ആഴ്ചയോ അല്ലെങ്കിൽ 4 ആഴ്ചയോ പിന്നിടുമ്പോഴേക്കും ഇറാനിൽ ഒരു റെജീം ചേഞ്ചിന് സാധ്യമാകും. ഹാംനായെയും വളരെ പ്രധാനപ്പെട്ട നേതാക്കളെയും വധിച്ചു കഴിഞ്ഞാൽ ഇറാനിയൻ ജനത ആകെ ഇളകി മറിഞ്ഞ് അമേരിക്കക്ക് വശംവദരാകും എന്ന ആ പ്രതീക്ഷകൾക്ക് എല്ലാം ഇവിടെ താൽക്കാലികമായെങ്കിലും ഒരു തിരിച്ചടി നേരിടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് തന്നെ ഈ ചർച്ചകൾ തുടങ്ങി എന്ന് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ എല്ലാ ശത്രുതകൾക്കുമുള്ളൊരു പരിഹാരം ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അറബ് മേഖലയിലുള്ള US ബേസുകൾ അടക്കമുള്ളവ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നതടക്കമുള്ള ഇറാന്റെ നിർദ്ദേശങ്ങൾ ഈ പ്രധാനപ്പെട്ട ചർച്ചയിൽ വരുമോ എന്നുള്ളതാണ്. ഈ ശത്രുതയുടെ മിഡിൽ ഈസ്റ്റിലെ ശത്രുതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള US ബേസുകളാണ്. ആ US ബേസുകൾ പൂർണ്ണമായും ഏറെക്കുറെ തകർക്കുവാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാക്കുക, പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ശ്രമകരമായ കാര്യമാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പുനരാലോചന വേണം എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അവരുടെ പരമാധികാരം അംഗീകരിക്കണം, ഈ യുദ്ധത്തിൽ അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാവണം, ഗൾഫ് മേഖലയിലുള്ള അവരുടെ അമേരിക്കയുടെ ബേസുകൾ ഇല്ലാതെയാക്കണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകുമോ? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇസ്രായേലിന്റെ നിലപാടാണ്. ഈ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചിട്ടില്ല. നെതന്യാഹുവിനെ കൂടി അദ്ദേഹത്തിന്റെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ഈ 5 ദിവസം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഇറാനെ സ്വന്തം നിലയിലേക്ക് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ വിചാരിച്ച തലത്തിലേക്ക് കൊണ്ടുവരാനല്ല ഈ 5 ദിവസം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആ 48 മണിക്കൂർ കഴിഞ്ഞു. ഇറാനെ വിറപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇറാനെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ഇറാനെ അമേരിക്ക പറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ആ 48 മണിക്കൂർ അവസാനിച്ച് കഴിഞ്ഞു. ഇനിയുള്ളത് ഇറാനെ കൂടി ഇതിലേക്ക് കൊണ്ടുവരിക, ഇസ്രായേലിനെ കൂടി ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപ് പറയുന്ന വഴിയിലേക്ക് വരുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനായിരിക്കും ഒരുപക്ഷെ ഈ 5 ദിവസത്തെ ഇടവേള അമേരിക്ക എടുത്തിട്ടുണ്ടാവുക. ഒരു കാര്യം തീർച്ചയാണ്, ഏറ്റവും വലിയ വെല്ലുവിളി നടത്തി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഇവിടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. എന്ന് മാത്രമല്ല, എന്താണ് ഈ 24 ദിവസത്തെ യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപ് നേടിയത് എന്ന ചോദ്യത്തിന് ഒന്നും തന്നെ നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നിരവധി പേരെ വധിച്ചു എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ ആ നേതാക്കളെല്ലാം തന്നെ ഹാംനായി മുതൽ അതിന് താഴേക്കുള്ള 2 or 3 ലെയറുള്ള ആളുകൾ കൊല്ലപ്പെടും എന്ന് ഈ യുദ്ധത്തിന് തുടക്കത്തിൽ തന്നെ ഹാംനായും അതേപോലെ തന്നെ ഇറാനിലുള്ള ഭരണകൂടവും വിചാരിച്ചതാണ്. അതിനനുസരിച്ചുള്ള ഒരു ക്രമം തന്നെ അവർ ഉണ്ടാക്കി വെച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമായി ഒരു യുദ്ധത്തിൽ ഒരു തോൽവിയും സംഭവിക്കുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് വീണ്ടും ഇറാനിയൻ ഭരണകൂടത്തിന്റെ വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി അമേരിക്കയും ഇസ്രായേലും ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനും അതിനു പകരമായി തങ്ങൾക്കനുസരിച്ചുള്ള പാവ സർക്കാരിനെ ഇറാനിൽ സ്ഥാപിക്കാനും വേണ്ടി പണിയെടുക്കുകയായിരുന്നു. പക്ഷേ ആദ്യഘട്ടം മുതൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിലും നേരിട്ട അതേ ഒരു തിരിച്ചടി തന്നെ ഇപ്പോൾ ഇറാന്റെ മുമ്പിലും അമേരിക്കക്ക് താൽക്കാലികമായെങ്കിലും ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് യുദ്ധമാണ്. യുദ്ധത്തിൽ തന്ത്രങ്ങൾ നിരവധിയുണ്ട്. പിന്മാറ്റം എന്ന് പറയുന്നത് ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിനും അപ്പുറം വീണ്ടും തിരിച്ചടിക്കാനൊക്കെയുള്ള സാധ്യത അവിടെ ഒരർത്ഥത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ പോലും ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ കാണുന്നത് ഡൊണാൾഡ് ട്രംപിനും നെതന്യാഹുവിനും വലിയ തിരിച്ചടി നേരുന്നു എന്നുള്ളത് തന്നെയാണ്.